ലോക്ക്ഡൗൺ ഇത്രത്തോളം നീണ്ടുപോകുന്ന ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം യാത്ര ചെയ്യാതിരിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഞാനും എൻ്റെ അനിയനും ഡോളിയും, അവളുടെ പേര് ഡോളി എന്നാണ്, അവൾക്ക് ബൈക്കിൽ യാത്ര ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഞങ്ങളുടെ നാടിനടുത്തുള്ള മലകളും കുന്നുകളും, കയറാത്ത കുന്നുകളും മലകളും കാണാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയൊക്കെ വളരെ വളരെ മനോഹരമായിരുന്നു. ഓഫ് റോഡും അതുപോലെ തന്നെ ബൈക്കിലുള്ള യാത്ര വളരെ രസകരമായിരുന്നു. രാവിലെ നേരത്തെയുള്ള ഡ്രൈവിംഗ് ശരിക്കും നമ്മുടെ മനസ്സിന് ഭയങ്കര കുളിർമയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് ബൈക്ക് പാർക്ക് ചെയ്തിട്ട് മലൻ്റെ അടിവാരത്തിലെത്തി ഞങ്ങൾ കയറാൻ പോണത്. ഞങ്ങളെക്കാളും ആവേശം ഡോളിക്കായിരുന്നു, അവൾക്കായിരുന്നു. അവള് വീട്ടിലേക്ക് പുറത്തിറങ്ങുക എന്നുള്ളത് എന്താ പറയുക അല്ലെ, പുതിയ ലോകങ്ങൾ കാണുക എന്നുള്ളത് നമുക്ക് മാത്രമല്ല എല്ലാ ജീവികൾക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ മല കയറുക എന്ന് പറയുന്നത് അത്ര ഈസി പരിപാടിയൊന്നുമല്ല, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. നല്ലപോലെ എന്താ പറയുക അധ്വാനം വേണം. പക്ഷെ ഞങ്ങളെക്കാട്ടിയൊക്കെ വളരെ ഉഷാറായിട്ട് അവള് കയറി. അപ്പോൾ ഈ കാണുന്നത് മലന്റെ ചെറിയൊരു ഭാഗമാണ്. പകുതി ഭാഗം എത്തിയിട്ടുള്ളൂ. പകുതി ഭാഗം എത്തിയപ്പോൾ തന്നെ അതിന് മുകളിലുള്ള വ്യൂ എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്, വളരെ മനോഹരം. പക്ഷെ കയറി ചെല്ലും തോറും ഞങ്ങൾക്ക് ചെറിയ പേടി വരാൻ തുടങ്ങി. കാരണം പല കാൽപ്പാടുകളും കാണാൻ തുടങ്ങി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ശരിക്കും ആനപ്പിണ്ടം, ഇവിടെ മുന്നേ സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു, ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആനപ്പിണ്ടം വളരെ ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റും. ചെറിയ പേടി മനസ്സിൽ കുടുങ്ങിയെങ്കിലും ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആനനെ കാണണമെന്ന്. പണ്ട് മുതലേ ഇങ്ങനെയുള്ള വട്ടുകൾ ഭയങ്കര രസമാണ്. ആനപ്പിണ്ടം എല്ലായിടത്തും ആന പോയതിന്റെ എല്ലാ സാധ്യതകളും ഞങ്ങൾ അവിടെ കണ്ടിരുന്നു. ചെറിയ പേടി ഉണ്ടെങ്കിൽ തന്നെയും വീണ്ടും ഞങ്ങൾ മല കയറി തുടങ്ങി. അങ്ങനെ ചെറുതായിട്ട് ക്ഷീണം തട്ടിയപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഹാൾട്ട് ചെയ്തു, ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിരുന്നു. എന്നിട്ട് വീണ്ടും കയറി. ഈ കാണുന്നതാണ് ഒന്നാമത്തെ മലയുടെ മുകളിൽ. ആ കാണുന്ന വലതുഭാഗത്ത് കാണുന്ന മഞ്ഞ് മൂടിയ മലയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതിൻ്റെ മുകളിലേക്ക് എത്തണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷെ അതിൻ്റെ മുകളിലേക്ക് എത്തണമെങ്കിൽ വലതുഭാഗത്ത് കൂടി താഴേക്ക് ഇറങ്ങി ആ മല കയറണമായിരുന്നു. നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഡെഡ് എൻഡാണ്. അപ്പം ഞങ്ങൾ ഇതിൻ്റെ മുകളിലുള്ള വ്യൂസ് ആസ്വദിക്കാമെന്നുള്ള രീതിയിൽ മുകളിൽ അത്യാവശ്യം നല്ല കോടയുണ്ടായിരുന്നു, മഞ്ഞുണ്ടായിരുന്നു. രാവിലെ നേരത്തെ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ ആ മല ഇറങ്ങുന്നതൊരു ചെറിയ ഗുഹ പോലെ ഒരു സംഭവമുണ്ട്. അതിനിടയിൽ കൂടെ ഇറങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ അരുവി എന്ന് പറയാനില്ല, എന്നാലും ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡും കാര്യങ്ങളും പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അവിടുത്തെ ഫ്രഷ് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും ഡോളിയും അനിയനും അവിടുന്ന് വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് കുടിച്ച് ഫ്രഷായിട്ട് അടുത്ത മല കയറാമെന്ന് വിചാരിച്ചു. നമുക്ക് ജീവിതത്തോട് മടുപ്പ് തോന്നുന്നത് നമ്മുടെ ലൈഫ് എപ്പോഴും ഒരേപോലെ മുന്നോട്ട് പോകുമ്പോഴാണ്, ഒരു ചേഞ്ചസ് ഇല്ലാണ്ട് എന്നും ഒരേപോലെ. അതിന്ന് കുറച്ച് റിലീഫ് എന്നുള്ള രീതിയിൽ നമുക്ക് അടുത്തുണ്ടാകുന്ന തോടുകളും പുഴകളും മലകളും ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. നമ്മൾ കാണാത്ത ഒരുപാട് ദൂരെ പോകണമെന്നില്ല. നമുക്കിഷ്ടമുള്ളവരോടൊത്ത് യാത്ര ചെയ്യുക. അത് മനുഷ്യന്മാർ തന്നെ ആവണമെന്നില്ല, ആരുമാവാം.